എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ പടം ചിലരെങ്കിലും കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു റിപ്പോർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിടത്തോളം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സത്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നല്ല രീതിയിൽ പ്രത്യേക ആധികാരികമായിട്ടാണ് ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്തായാലും പെരുന്നാളായിട്ടും ഇത്രയും മീഡിയ സുഹൃത്തുക്കൾ നമ്മുടെ പ്രസ് മീറ്റിന് വേണ്ടി വന്നതിനകത്തിന് താങ്ക് യു പറയാണ്. പെരുന്നാൾ സമ്മാനമായിട്ട് ഭീഷ്മർ ഞങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. നല്ല രസമാണ് പടം. നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട്. ബാക്കി കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാൻ ധ്യാൻ ബ്രോയെ ഞാൻ ഏൽപ്പിക്കാം. ആധികാരികമായി പറയാൻ ഒന്നുമില്ല പ്രത്യേകിച്ച്. എന്താ പറയാ, അത്യാവശ്യം കണ്ടല്ലോ, നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളൊരു ആക്ച്വലി ഒരു വലിയ സിനിമയാണ്. നമ്മൾ ചെറിയ ദിവസങ്ങൾ തീർത്തെങ്കിലും ഒരുപാട് ആക്ടേഴ്സ് ഇന്ന് ഇവിടെ ഇല്ല പലരും. അപ്പോൾ നമുക്കൊക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം വലിയൊരു താരനിലയുള്ള ഒരു വലിയ സിനിമ തന്നെയാണ് ഭീഷ്മർ. അപ്പം ഇതിൻ്റെ അന്ന് ബാക്കിയുള്ള സിനിമകളോടൊപ്പം ഈ സിനിമയും പ്രേക്ഷകർക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതും ഒരു വിജയമായി തീരും. അപ്പോൾ എന്തായാലും കണ്ട ആൾക്കാർ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ പറയുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും നിരാശപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അത്യാവശ്യം ചിരിക്കാനൊക്കെയുള്ളൊരു ചെറിയ പരിപാടിയാണ്. അപ്പോൾ ബാക്കി ഉണ്ണിലായി പറയും. ആദ്യം തന്നെ താങ്ക് യു. പറഞ്ഞ പോലെ ഈ ദിവസത്തെ എല്ലാവരോടും വന്നതിലും നമ്മളെ ഈ ഒരു പ്രസംഗത്തിൽ വന്നതിൽ സന്തോഷം. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ പറഞ്ഞ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു, കുറേ പേര് എത്തിയിട്ടില്ല. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള സിനിമയാണ്. എല്ലാവരും സിനിമ കാണണം, എല്ലാവരോടും സജസ്റ്റ് ചെയ്യണം. താങ്ക് യു. ഇനി അടുത്ത് ഞാൻ ചേട്ടൻ കൊടുക്കുന്നു. അറിയിക്കുന്നു, ഇന്ന് ഭീഷ്മ റിലീസായി. നല്ല രീതിയിൽ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു, എല്ലാവരും ആസ്വദിക്കുന്നത് കണ്ടു. മ്യൂസിക്കിനും പ്രാധാന്യമുള്ള സിനിമയാണ്. സാറുടെ ഒരാഗ്രഹം പോലെയുള്ള സാറുടെ ഇഷ്ടമനുസരിച്ചുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാട്ടുകളാണെങ്കിലും സ്കോറാണെങ്കിലും ഒക്കെ കുറച്ച് ഡയമെൻഷൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ്. കുറേ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ആസ്വദിച്ച് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. അതിൽ 2 പാട്ടിൽ പാടിയ ആളാണ് അനില രാജ്. അനിലയ്ക്ക് എന്താ പറയുന്നത് നമുക്ക്? ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ ഈദ് ആശംസകൾ. താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ളതാണ്. സോ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ബാനറിൽ ഇറങ്ങുന്ന ഭീഷ്മർ എന്ന സിനിമയിൽ എനിക്ക് വളരെ നല്ല 2 മെലഡി സോങ്സ് പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. നമ്മുടെ താങ്ക്സ് ടു രഞ്ജിൻ രാജ് കമ്പോസർ ആൻഡ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാർ. സോ പാട്ടുകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഭീഷ്മർ തിയേറ്ററിൽ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. നമ്മൾ പണ്ടൊക്കെ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ ഹിറ്റാവുന്ന ഒരുപക്ഷെ പ്രേക്ഷകരായ അത് കണ്ട ആളുകൾ പരസ്പരം പറഞ്ഞ് ആ സിനിമ നന്നായിരിക്കുന്നെന്ന് പറഞ്ഞ് അഭിപ്രായം കേട്ട് ഒരുപാട് പേര് തിയേറ്ററിലെത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ മീഡിയയാണ് ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു മീഡിയയാണ് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും പോലുള്ള നിങ്ങൾ കൊടുക്കുന്ന റിവ്യൂസും നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടുമാണ് ഒരു സിനിമയുടെ സക്സസ്. തീർച്ചയായിട്ടും ഈ സിനിമ പലരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നിപ്പോൾ റിലീസ് ചെയ്തേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അതിമനോഹരമായ പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല സിനിമ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.
എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും ഇരിക്കുന്ന ഈ സമയത്ത് നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് അല്ലെങ്കിൽ മട്ടൻ ബിരിയാണി പോലത്തെ ഒരു പരിപാടിയാണ് നമ്മുടെ. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണണം, ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ഈ നേരത്തെ ഷായിച്ചേട്ടൻ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഓരോരുത്തരും നമ്മുടെ മൗത്ത് പബ്ലിസിറ്റി വഴിയായിരുന്നു എല്ലാവരും സിനിമയെ പറ്റി അറിയുന്നതും പറയുന്നതൊക്കെ കാണുന്നതൊക്കെ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള മീഡിയാസ് വഴിയാണ് എല്ലാവരും അറിയുന്നത്, ഓൺലൈൻ മീഡിയാസ്. അതുപോലെ താരങ്ങളാവുന്നതും ഇപ്പോൾ നമുക്കൊരു താരം ആണെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ അവരെ പുറകെ നിങ്ങളെല്ലാവരും പോകുമ്പോൾ അറിയാൻ പറ്റുന്ന താരമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഈ തിരുമല പറഞ്ഞ പോലെ തിയേറ്ററിൽ ഇന്ന് ഭീഷ്മർ എന്ന സിനിമ റിലീസായി. പാട്ടിനും അതുപോലെ തന്നെ കഥയ്ക്കും ഒരു ഫാമിലി ഡ്രാമയാണ് ഭീഷ്മർ എന്ന സിനിമ. ഫാമിലിക്ക് എന്തായാലും തീർച്ചയായിട്ടും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചേരുവകളുള്ള ഒരു സിനിമയാണ് ഈസ്റ്റ് കോസ്റ്റ് എന്ന ബാനറിൽ ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇനി പ്രേക്ഷകരാണ് ഈ സിനിമയുടെ വിധി എഴുതേണ്ടത്. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴാണ് ഈ സിനിമ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു സോ മച്ച്.